എന്റെ ഭാവ ശിവശാമി ഇതെല്ലാം സഹിച്ചിരുന്നു. ഇങ്ങനെ ചേട്ടന്റെ ഭാര്യയെ സഹായിക്കാൻ പോയി. ഇവിടെ വന്നുകൊണ്ട് എന്റെ ശിവശാമിക്ക് അതിസാരം പിടിച്ചു. ഞാൻ വന്നപ്പോഴത്തേക്ക് കാര്യം കഴിഞ്ഞു പോയി. പാവം എന്റെ മക്കളാ സഹിച്ചത്. എന്നാ പറയാനാ, ആകെ ഒരു ആൺതരിയേ ഉണ്ടായിരുന്നുള്ളൂ. 2 മൂത്ത പെങ്ങന്മാർക്ക് ഒരു കൊച്ചു കുഞ്ഞ്. അവനൊരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവന്റെ അമ്മ പോയി. ഞാൻ എന്ത് ചെയ്യാറ്? 6 വയസ്സുണ്ടായിരുന്നു പാവം ബേബി കുഞ്ഞിന്. എന്തോ ചെയ്യാനാ? ആ ഒറ്റ പുത്രൻ എന്തോ ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കാണും. പാവം അവനൊരു പാവമായിരുന്നു. എന്നാ ചെയ്യാനാ? പക്ഷെ എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. അവൻ 5-6 ആൺപിള്ളേർ, 5 ആൺപിള്ളേരും പെൺകൊച്ചൊക്കെ ഉണ്ടായിരുന്നപ്പോ ഞാൻ ഏറ്റവും സന്തോഷിച്ചു. കാര്യം ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ വരത്തുള്ളൂ. ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പരീക്ഷണമായ എന്റെ കുഞ്ഞെ. അങ്ങനെ ഒത്തിരി സഹിച്ചു. പക്ഷെ എന്റെ പേരുകാരനായ എന്റെ മൂത്ത കൊച്ചുമോൻ അവന്റെ 70 പെരുന്നാളിന് വരുന്നാന്ന് പറയുന്നുണ്ട്. എന്റെ ഒരു പേരുകാരൻ ഇനി ഒരുത്തണ്ടല്ലോ. അവൻ എന്ത് ചെയ്യേ ഇവിടെങ്ങാണ്ടുണ്ടല്ലോ കൊച്ചു കൊച്ചു ഞാനൊന്ന് കാണണ്ട. എന്റെ പേരുകാരൻ കൊച്ചി ആഘോഷൻ. അങ്ങനെ കൊച്ചു കൊച്ചി ആഘോഷനെ അവൻ കേട്ടോ. എടാ ഈ വല്യപ്പത്തിനെ ഒക്കെ നോക്കിക്കണ്ട കേട്ടോ. എന്റെ പേര് കേടാക്കരുത് കേട്ടോ. പേര് ചിന്തയാക്കണം, നോക്കിക്കൊണ്ടാവും. എന്റെ മക്കളെ ഇതൊക്കെ ഉള്ളു ലോകത്തിലെ എല്ലാരും കൂട്ടി ചേർന്ന് സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ അതിന്റെ ഒരു രസം. നീ പ്രത്യേകം നോക്കിക്കോണം നിന്റെ വല്യപ്പച്ചനെ. മറക്കരുത് കേട്ടോ. എന്റെ പേരുകാരനാ, പേര് ചീത്തയാക്കരുത് കേട്ടോ. എന്നാ പറയാനാ, നിന്റെ വല്യപ്പച്ചനുണ്ടല്ലോ, എന്റെ ബേബി മോൻ. പാവം ഒത്തിരി കഷ്ടപ്പെട്ടു. എന്തോ ചെയ്യാനാ, എല്ലാം ദൈവം നിശ്ചയം പോലെ നടന്നു. പെണ്ണമ്മേ കുഞ്ഞമ്മേ ഒക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ അവന് ഒരാൺ തൈ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം എപ്പോഴും വന്ന് കൂടുകയും കാണുകയും എല്ലാ വർഷവും കൂടുകയും കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. എന്റെ മക്കളോട് പെൺമക്കളോട് പറയാനുള്ള എന്നാന്നറിയാമോ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. നിങ്ങൾ ഇതിനെ ശരിയായിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ വർഷവും കൂടുകയും കാണുകയും ചെയ്യണം മക്കളെ. ഇതൊക്കെ ഈ തലമുറ കൊണ്ട് തീരാവുന്നതല്ല. എല്ലാ തലമുറയ്ക്കും ഇത് ചെയ്യണം. നിങ്ങൾ കൂടുതൽ കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതല്ലയോ ഈ അപ്പച്ചന്റെ ഒരു സന്തോഷം. പിന്നെ ഞാൻ വരുമ്പോഴേ അച്ഛൻ എന്നെ കണ്ട് ചോദിച്ചു എങ്ങോട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞു എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേക്കാ. അയ്യോ അവൻ എന്റെ കൊച്ചുമോനല്ലേ, എന്നെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്താ പറയാനാ, കണിയാന്ത്ര അച്ഛന് വരാൻ നേരമില്ല, അവിടെ ഭയങ്കര തിരക്കാണ്. നാളെ സർവീസ് ഉണ്ട്, കുർബാനയുണ്ട്, അതുകൊണ്ട് വരാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. നാളെ അങ്ങനെ ഒക്കെ ഓർമ്മയില്ലേ, കുർബാനയുണ്ട്, അതുകൊണ്ട് വരാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തോ ചെയ്യാനാ, അച്ഛനും എന്റെ കൂടെ വരാൻ വലിയ സന്തോഷമായിരുന്നു. ഞാൻ ഒത്തില്ല. അത് പോട്ടെ, എന്റെ സുഭാഷാമ്മയുടെ പേരുകാരി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവൾ അവിടെ ഉണ്ട്, എന്റെ കൂടെ അവിടെ ഉണ്ട്. എന്റെ സുഭാഷാമ്മ അവിടെ മക്കൾ എന്ത് ഇവിടെ കാണുമുണ്ടോ ഒന്ന് കാണാനായിട്ട്. സുഭാഷാമ്മയുടെ മക്കള്, എന്റെ സോമക്കൊച്ചിന്റെ മക്കള് മക്കളെ എന്തിയേ ഒന്ന് വന്നേ, അപ്പച്ചനൊന്ന് കാണട്ടെ. നിങ്ങളൊക്കെ ഇതിനകത്ത് എപ്പോഴും വരണം, സഹകരിക്കണം. വലിയോ നമ്മുടെയൊക്കെ ഒരു സന്തോഷം. വല്യപ്പത്തിന് വലിയ സന്തോഷമായി. എന്റെ ശോശാമ്മയുടെ കൊച്ചു കൊച്ചു മക്കളാ, ഇവളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവള്. ശോശാമ്മയുടെ കൊച്ചുമോളെ അയ്യോ എന്നാ പറയാനാ മക്കളെ. ഇതൊക്കെ ഉള്ളു ലോകത്തില്. സന്തോഷമായിരിക്കണം. നിങ്ങളെല്ലാരും എപ്പോഴും കൂട്ടായ്മയായിരിക്കണം. എന്നാ നമ്മുടെ പല കുടുംബങ്ങളിലും ചണ്ടയും വഴക്കും നടക്കുന്നു. നമുക്കെന്തിനാ ഇത് വഴക്കും ചണ്ടയും? എല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങളെല്ലാം ഇങ്ങനെ സന്ദർഭത്തിൽ വന്ന് കാണാൻ ഒത്തിരി വലിയ സന്തോഷം. അപ്പച്ചന് ഇനി സൗകര്യമുള്ളപ്പോ വരാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വിവരങ്ങൾ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞോളാം. അവിടെ എന്റെ ശോശാമ്മേ, എന്റെ കുഞ്ഞമ്മേ, എന്റെ വെണ്ണമ്മേ എല്ലാരും അവിടെ ഉണ്ട്. എല്ലാരോടും ഞാൻ പറഞ്ഞോളാം. അപ്പൊ അപ്പച്ചൻ പോയിട്ട് വരട്ടെ മക്കളെ. എല്ലാ ദൈവം 70 വയസ്സുള്ള എന്റെ കൊച്ചുമോൻ നല്ലതായിട്ട് സന്തോഷമായിട്ട് അപ്പച്ചനെ കൂടെ നോക്കിക്കോണം. എന്നെ അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനുണ്ടായിരുന്നപ്പോ എനിക്കറിയാവുന്ന ഒരു ചാക്കോച്ചൻ, ഒരു അലക്സാണ്ടർ,
ഒരു മത്തായി ഒരു ചരിയാനും ഒക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആരെയും കണ്ടിട്ടില്ല. മക്കളെ, ഇതൊരു ചാൻസാ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട്. ഇനിയും ഞാൻ വരാൻ കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ.